Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. Money lost. പണം നഷ്ടപ്പെട്ടു. ഫ്രം ഫാദേഴ്സ് അക്കൗണ്ട്. അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടു. ആഫ്റ്റർ ഡെത്ത്. മരണശേഷം അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടു. സൺ റൈസസ്. റൈസ് എന്നാൽ ഇവിടെ അർത്ഥം പ്രസ്താവിക്കുക എന്നുള്ള അർത്ഥമാണ്. സൺ റൈസസ് മകൻ പ്രസ്താവിക്കുന്നു. സസ്പിഷ്യൻ. സസ്പിഷ്യൻ എന്നാൽ സംശയം എന്നുള്ള അർത്ഥമാണ്. സൺ റൈസസ് സസ്പിഷ്യൻ മകൻ സംശയം ഉന്നയിക്കുന്നു. ബോഡി എക്സ്യൂംഡ്. എക്സ്യൂം എന്നാൽ ശവം കുഴിച്ചെടുക്കുക എന്നുള്ള അർത്ഥമാണ്. മൃതദേഹം കുഴിച്ചെടുത്തു. ഇവിടെ ഇത് കുഴിച്ചെടുക്കപ്പെട്ടു. ഇവിടെ സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഓക്സിലറി വെർബുകൾ നൽകാറില്ല. ഇവിടെ ഇത് ബോഡി വാസ് എക്സ്യൂംഡ് എന്ന് വായിക്കണം. മൃതദേഹം കുഴിച്ചെടുക്കപ്പെട്ടു. മരണശേഷം അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടു. അതിനെ തുടർന്ന് മകൻ ആരോപണം ഉന്നയിച്ചു. അതിനെ തുടർന്ന് മൃതദേഹം കുഴിച്ചെടുക്കപ്പെട്ടു. ഇതാണ് തലക്കെട്ട്. കോഴിക്കോട് ജില്ലയിലാണ് സംഭവം. ദ പോലീസ് ആർ ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. പോലീസ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ എ മാൻ എക്സ്പ്രസ്ഡ്. ആഫ്റ്റർ അതിനെ തുടർന്ന് എ മാൻ ഒരു പുരുഷൻ എക്സ്പ്രസ്ഡ്. എക്സ്പ്രസ് എന്നാൽ പുറപ്പെടുവിക്കുക എന്നുള്ള അർത്ഥമാണ്, പ്രകടിപ്പിക്കുക. എ മാൻ എക്സ്പ്രസ്ഡ് ഒരു പുരുഷൻ പ്രകടിപ്പിച്ചു. സസ്പിഷ്യൻ സംശയം. ഓൺ ഹിസ് ഫാദേഴ്സ് ഡെത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണത്തിൽ അറ്റ് തുറയൂർ ഇൻ ദ ഡിസ്ട്രിക്റ്റ്. കോഴിക്കോട് ജില്ലയിലെ ഈ തുറയൂർ എന്നു പേരുള്ള ഈ സ്ഥലത്താണ് സംഭവം. പോലീസ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിലാണ്. ഒരു പുരുഷൻ അവൻ്റെ അച്ഛൻ്റെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചു. ആ കാര്യവുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദ മാൻ ഐഡൻറ്റിഫൈഡ് ആസ് മുഫീദ് പയ്യോളി. ഈ സംശയം പ്രകടിപ്പിക്കുന്ന മകൻ്റെ പേര് മുഫീദ് എന്നാണ്. എക്സ്പ്രസ് സസ്പിഷ്യൻ ഓൺ ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ മുഹമ്മദ് 58. ഇദ്ദേഹം ഈ മുഫീദ് അവൻ്റെ അച്ഛൻ്റെ മരണത്തിൽ 58 വയസ്സാണ് അച്ഛൻ്റെ പ്രായം. അച്ഛൻ്റെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചു. ഹി സസ്പെക്ട്സ്. സസ്പെക്റ്റ് എന്നാൽ സംശയിക്കുക എന്നാണ് അർത്ഥം. ഹി സസ്പെക്ട്സ് അദ്ദേഹം സംശയിക്കുന്നു. ഇറ്റ് ടു ബി എ മർഡർ. ഇതൊരു കൊലപാതകമായേക്കാം, ഒരു കൊലപാതകമാണ് എന്ന് അദ്ദേഹം സംശയിക്കുന്നു. ആൻ ഇൻക്വസ്റ്റ് വാസ് ഓൾസോ കണ്ടക്റ്റഡ്. ഒരു അന്വേഷണവും നടത്തി. ആൻ ഇൻക്വസ്റ്റ് വാസ് ഓൾസോ കണ്ടക്റ്റഡ്. ഇൻക്വസ്റ്റ് എന്നതിനർത്ഥം ഒരു മരണത്തിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുന്നതിനായിട്ട് നടത്തുന്ന ഔദ്യോഗിക അന്വേഷണം. ഇതാണ് അർത്ഥം ഇൻക്വസ്റ്റ്. ആൻ ഇൻക്വസ്റ്റ് വാസ് ഓൾസോ കണ്ടക്റ്റഡ്. ഒരു ഇൻക്വസ്റ്റും നടത്തപ്പെട്ടു. ദി ഇൻസ്പെക്ഷൻ വാസ് ലെഡ് ബൈ കോഴിക്കോട് RDO. ഡോക്ടേഴ്സ് ഫ്രം ദ മെഡിക്കൽ കോളേജ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പയ്യോളി സർക്കിൾ ഇൻസ്പെക്ടർ AK സജീഷ്. ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അറ്റ് 10:30 AM. ദി ഇൻസ്പെക്ഷൻ വാസ് ലെഡ്. ഇവിടെ ഇൻസ്പെക്ഷൻ എന്നുള്ള അർത്ഥം പരിശോധന എന്നുള്ള അർത്ഥമാണ്. മേലന്വേഷണം, സൂക്ഷ്മ പരിശോധന, ഔദ്യോഗിക പരിശോധന, ഇതൊക്കെയാണ് അർത്ഥം. ഈ ഔദ്യോഗിക പരിശോധന നടത്തപ്പെട്ടു. ഇവരാൽ ആണ് ഈ പരിശോധന നടത്തപ്പെട്ടത്. ഈ പറഞ്ഞിട്ടുള്ള മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ്, അതുപോലെ പയ്യോളി സർക്കിൾ ഇൻസ്പെക്ടേഴ്സ് AK സജീഷ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ഇവരാൽ ആണ് ഇത് നടത്തപ്പെട്ടത്. രാവിലെ 10:30 സമയത്ത്. മുഹമ്മദ് ഈ മരണപ്പെട്ട വ്യക്തി മുഹമ്മദ്. ഹു ഹാഡ് ബീൻ ലിവിങ് അദ്ദേഹം താമസിക്കുകയായിരുന്നു അല്ലെങ്കിൽ ജീവിക്കുകയായിരുന്നു. ഇതൊക്കെയാണ് അർത്ഥം. അലോൺ എന്നാൽ തനിച്ച്. ഫോർ മെനി ഇയേഴ്സ് ഒരുപാട് വർഷങ്ങളായിട്ട് മരണപ്പെട്ട മുഹമ്മദ് തനിച്ച് ജീവിക്കുകയായിരുന്നു. വാസ് ഫൗണ്ട് അങ്ങനെ തനിച്ച് ജീവിക്കുകയായിരുന്ന ഈ മുഹമ്മദിനെ വാസ് ഫൗണ്ട് കണ്ടെത്തി ഡെഡ് മരിച്ച നിലയിൽ ഓൺ മെയ് 26 മെയ് 26 ഇദ്ദേഹത്തെ ഈ തനിച്ച് താമസിക്കുകയായിരുന്ന മുഹമ്മദിനെ മരിച്ച നിലയിൽ കണ്ടെത്തി.
ഹി വാസ് എൻ എക്സ്പേട്രിയേറ്റ്. ഹി വാസ് അദ്ദേഹം ആയിരുന്നു എൻ എക്സ്പേട്രിയേറ്റ്. എക്സ്പേട്രിയേറ്റ് എന്നാൽ പ്രവാസി എന്നാണ് അർത്ഥം. ഹി വാസ് എൻ എക്സ്പേട്രിയേറ്റ് അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. വെൻ ഹി വാസ് നോട്ട് സീൻ ഔട്ട്സൈഡ് ദ ഹൗസ്. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ ഹി വാസ് നോട്ട് സീൻ ഔട്ട്സൈഡ് ദ ഹൗസ് അദ്ദേഹത്തെ വീട്ടിന് പുറത്ത് കണ്ടില്ല. ഹി വാസ് നോട്ട് സീൻ എന്നാൽ അദ്ദേഹത്തെ കണ്ടില്ല. ഔട്ട്സൈഡ് എന്നാൽ പുറത്ത്. വെൻ ഹി വാസ് നോട്ട് സീൻ ഔട്ട്സൈഡ് ദ ഹൗസ് അദ്ദേഹത്തെ വീടിന് പുറത്ത് കണ്ടില്ല. ആ സമയത്ത് എ വുമൺ ഒരു സ്ത്രീ, ഹിസ് നെയ്ബർ അദ്ദേഹത്തിൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീ, ലുക്ക്ഡ് എന്നാൽ നോക്കി, ത്രൂ ദ വിൻഡോ ജനലിനുള്ളിലൂടെ നോക്കി, ആൻഡ് സോ അങ്ങനെ നോക്കിയപ്പോൾ കണ്ടു, ഹിം അദ്ദേഹത്തെ, സിറ്റിംഗ് മോഷൻലെസ് ഇൻ എ ചെയർ. മോഷൻലെസ് എന്നാൽ അർത്ഥം ചലനമില്ലാതെ എന്നുള്ള അർത്ഥം, അനക്കമില്ലാതെ. അദ്ദേഹത്തെ വീടിന് പുറത്ത് കണ്ടില്ല. ആ സമയത്ത് അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീ ജനലിനുള്ളിലൂടെ നോക്കിയപ്പോൾ കണ്ടു അദ്ദേഹത്തെ ഒരു കസേരയിൽ ചലനമില്ലാതെ അനക്കമില്ലാതെ ഇരിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തെ കണ്ടു. ദ ലോക്കൽസ് നാട്ടുകാർ, ദെൻ അതിനുശേഷം കെയിം വന്നു. ദ ലോക്കൽസ് ദെൻ കെയിം അങ്ങനെ നാട്ടുകാർ വന്നു. ബ്രോക്ക് ഓപ്പൺ ദ ഡോർ ആൻഡ് എൻറ്റേർഡ് ഇൻസൈഡ്. ബ്രോക്ക് എന്നാൽ പൊളിച്ചു, ഓപ്പൺ ദ ഡോർ പൊളിച്ചുകൊണ്ട് ആ വാതിൽ പൊളിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചു. എൻറ്റേർഡ് എന്നാൽ പ്രവേശിച്ചു, ഇൻസൈഡ് എന്നാൽ അകത്തേക്ക് പ്രവേശിച്ചു. ദ ബോഡി വാസ് ലേറ്റർ ഷിഫ്റ്റഡ് അതിനുശേഷം മൃതദേഹം മാറ്റി ടു മുഹമ്മദ്സ് യങ്ങർ ബ്രദേഴ്സ് ഹൗസ്. യങ്ങർ ബ്രദർ എന്നാൽ ഇളയ സഹോദരൻ. ഈ മരണപ്പെട്ട മുഹമ്മദിൻ്റെ ഇളയ സഹോദരൻ്റെ വീട്ടിലേക്ക് ഈ മൃതദേഹം അതിനുശേഷം മാറ്റി. ലേഡ് ടു റെസ്റ്റ് എന്നാൽ ഒരു മരണപ്പെട്ടയാളെ സംസ്കരിക്കുക എന്നുള്ള അർത്ഥമാണ്. ശവസംസ്കാര ചടങ്ങുകൾ നടത്തുക. ഇൻ ദി ഈവനിങ് എന്നാൽ വൈകുന്നേരം. അതിനുശേഷം ഈ മൃതദേഹം ഈ ഇളയ സഹോദരൻ്റെ വീട്ടിലേക്ക് മാറ്റി. അങ്ങനെ വൈകുന്നേരം ഈ മൃതദേഹം സംസ്കരിച്ചു. ഹിസ് സൺ മുഫീദ് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മുഫീദ്. ഹു റിട്ടേൺഡ് ഹോം അദ്ദേഹം മകനായിട്ടുള്ള മുഫീദ് തിരിച്ചു വന്നു. ഇവിടെ ഹോം എന്നതിന് വീട് അതല്ലെങ്കിൽ രാജ്യം ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. എക്സ്പ്രസ്ഡ് സസ്പിഷ്യൻസ് ഓൺ ഹിസ് ഫാദേഴ്സ് ഡെത്ത്. എക്സ്പ്രസ്ഡ് പ്രകടിപ്പിച്ചു, സസ്പിഷ്യൻ സംശയം, ഓൺ ഹിസ് ഫാദേഴ്സ് ഡെത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണത്തിൽ അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. മുഫീദ് കംപ്ലൈൻഡ് ടു ദ പയ്യോളി പോലീസ് ദാറ്റ് പയ്യോളി പോലീസിൽ മുഫീദ് പരാതിപ്പെട്ടു ദാറ്റ് ദ ഡോർ ഓഫ് ദ ഹൗസ് വീടിൻ്റെ വാതിൽ വേർ മുഹമ്മദ് വാസ് ഫൗണ്ട് ഡെഡ് മുഹമ്മദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട് ഏതാണോ ആ വീട്ടിൽ അവിടെ വാസ് നോട്ട് ബ്രോക്കൺ ആൻഡ് ദാറ്റ് മണി വാസ് വിത്ത്ഡ്രോൺ ഫ്രം ഹിസ് ഫാദേഴ്സ് അക്കൗണ്ട് ആഫ്റ്റർ ഹിസ് ഡെത്ത്. അദ്ദേഹം മരണപ്പെട്ട് കിടക്കുകയായിരുന്ന ആ വീടിൻ്റെ വാതിൽ പൊളിക്കപ്പെട്ടില്ല. ആൻഡ് മണി വാസ് വിത്ത്ഡ്രോൺ പണം പിൻവലിക്കപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ട് കിടക്കുകയായിരുന്ന ആ വീടിൻ്റെ വാതിൽ പൊളിച്ചിട്ടില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ പണം വിത്ത്ഡ്രോ എന്നാൽ പിൻവലിക്കുക. മണി വാസ് വിത്ത്ഡ്രോൺ അദ്ദേഹത്തിൻ്റെ പണം പിൻവലിക്കപ്പെടുകയും ചെയ്തു അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം. ഇതൊക്കെയാണ് മുഫീദ് പയ്യോളി പോലീസിന് നൽകിയിട്ടുള്ള പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഹി ഓൾസോ സെഡ് അദ്ദേഹം ഇതുകൂടെ പറഞ്ഞു, മകൻ ഇതുകൂടെ പറഞ്ഞു. ദ ബോഡി വാസ് ലേഡ് ടു റെസ്റ്റ് ഇൻ എ ഹറി. ഇൻ എ ഹറി എന്നാൽ ധൃതിയിൽ എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം ഇതുകൂടെ പറഞ്ഞു, ആ പരാതിയിൽ നൽകിയിട്ടുള്ള പരാതിയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മൃതദേഹം ധൃതിയിൽ സംസ്കരിക്കപ്പെട്ടു. ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് അണ്ടർ വേ ഇൻ ദി സിറ്റുവേഷൻ. ഈ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.